ഹലോ അണ്ണാ, നിങ്ങളിത് എവിടെ എത്തി? ഞാൻ നിങ്ങൾ വരുമെന്നും പറഞ്ഞിട്ട് ഇവിടെ എൻട്രി ഒക്കെ സെറ്റാക്കി നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ ഉണ്ട്. നിങ്ങൾ എവിടെയാടേ? എടാ അത് പിന്നെ ഞാൻ വരുന്ന വഴിക്ക് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി. ഞാൻ കുറേ ദിവസമായിട്ട് ഉറങ്ങാതെ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് കണ്ണ് എന്തോ പോലെ ആയിട്ട് ഞാൻ പോയി ആക്സിഡൻ്റായി വണ്ടിയൊക്കെ ഇടിച്ച് വീണ്. ഞാൻ ഇപ്പം കൊച്ചിയിൽ ഏതുകൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്. ഞാൻ അവിടുത്തെ ലൊക്കേഷൻ അയച്ചുതരാം, നീ അങ്ങോട്ടൊന്ന് വരണേ. ശരി അണ്ണാ, എന്തായാലും നിങ്ങൾ ലൊക്കേഷൻ അയക്കും. എന്തായാലും ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങൾക്ക് വേറെ വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഇല്ലടാ, വലിയ കുഴപ്പമൊന്നും ഇല്ല, ചെറുതായിട്ട് ചതഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇങ്ങനെ എന്തോ ചെയ്യാനാന്ന് പറ. നോക്കി വണ്ടി ഓടിക്കത്തോ ഇല്ല. ഞാനൊക്കെ ആയിരുന്നു എപ്പോൾ നോക്കി ഓടിച്ചേനെന്നറിയാം. ഇതാണെന്ന് തോന്നുന്നു അങ്ങേര് പറഞ്ഞ ഹോസ്പിറ്റൽ. എന്തായാലും കയറി എവിടെയെങ്കിലും കൊണ്ട് വണ്ടി ഒതുക്കിയിട്ട് അങ്ങേരെ പോയി വിളിച്ചോണ്ട് വരാം. അയ്യേ, നാണക്കേട് നാണക്കേട്. ഒരു ബസ്സിനെ മുതലാളിയാണെന്ന് പോലും പറയാൻ പറ്റൂലല്ലേ. നാണക്കേട് തന്നെ. ഇങ്ങനെ കൊണ്ട് ചിരിക്കാവോ അണ്ണാ? ഡേ ഈ കൂളൊന്നും പണയണ്ട. ഇയാൾ ബസ്സിനകത്ത് കയറിക്കണമെന്ന് ഉറങ്ങിയത്. ഞാനാണ് ഫുള്ള് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്, അല്ല ഇയാളല്ലല്ലേ. മിണ്ടായി മോൻ. എന്തായാലും നീ വീട്ടിലോട്ട് വണ്ടി ഇട്. ഇനിയിപ്പം ഈ മുറിവെല്ലാം ഉണങ്ങിയിട്ട് വേണം ഒരു സ്ഥലം വരെ പോയാൽ. അപ്പം നീയും കാണണം എൻ്റെ കൂടെ. ശരി അണ്ണാ, എന്തായാലും ഞാൻ വരാം. എന്നാ എന്തായാലും നിങ്ങളുടെ വീടെത്താറായി. ഇനിയിപ്പോൾ നിങ്ങൾ ഇറങ്ങുക. എനിക്ക് എൻ്റെ ബേബിയെ കാണാൻ പോകണം. ഇറങ്ങണം, നിങ്ങളുടെ വീടെത്തി. ഇറങ്ങും. എന്തായാലും ഒക്കെ ശരിയാണ്. ഇനിയിപ്പോൾ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്തായാലും നിന്നെ വിളിക്കാം. എന്നാലും നീ വരണേ, മറക്കല്ലേ കേട്ടോ. ഞാൻ നിന്നെ വിളിക്കാം എന്തായാലും. ശരി അണ്ണാ, എന്തായാലും ഞാൻ വരാം. ഇനി പോയി എൻ്റെ ബേബി എനിക്കൊന്ന് കാണണം. നീ ഈ ബേബി എന്ന് പറഞ്ഞിട്ടില്ല. ആരാടേ? അപ്പുറത്തെ വീട്ടിലെ സരളയുടെ മോളാണോ? അവരിതൊന്നും അറിയണ്ട. ഒന്ന് പോവാ അണ്ണാ, നിങ്ങൾ ചുമ്മാ പറയാനായിട്ടേ. എന്തായാലും ഒക്കെ ശരിയടാ, നമുക്ക് പിന്നെ കാണാം. രണ്ടാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ തിരിച്ചെത്തിയിരിക്കുന്നു. അങ്ങനെ ഗൈസ്, 2 ആഴ്ചത്തെ റെസ്റ്റിന് ശേഷം നമ്മളിപ്പോഴാണ് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങുന്നത്. പിന്നെ നമ്മൾ നമ്മുടെ കൂട്ടുകാരനൊരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. അതെന്താണെന്ന് ഞാൻ ഇപ്പം പറയുന്നില്ല, ഞാൻ അത് പിന്നെ പറയാം. എനിക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടിയിലെ CCTV റെക്കോർഡ് ചെയ്ത വിഷ്വൽസ് എന്തായാലും നിങ്ങൾ പോയി ഒന്ന് കണ്ടിട്ട് വാ. ഫ്ലാഷ് ബാക്ക്. End of flashback. അങ്ങനെ ഗൈസ്, ഇതായിരുന്നു കഴിഞ്ഞ ദിവസം എനിക്ക് സംഭവിച്ചത്. ഇപ്പം എന്തായാലും നമുക്കിനി നമ്മുടെ കൂട്ടുകാരനെ വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അവനെ പോയി അവൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകാം. അവനെ വിളിച്ചിനി എനിക്ക് പറയണം, അവൻ്റെ അടുത്ത് പറയണം വീട്ടിലെ അടുത്തോട്ട് ഞാൻ പോകുന്നില്ല. ആ വഴി ഭയങ്കര ചുറ്റാണ് ഗൈസ്. അതുകൊണ്ട് അവൻ്റെ അടുത്ത് നമുക്ക് വേറെ സ്ഥലത്തോട്ട് നിൽക്കാൻ പറയാം. അങ്ങനെ ഗൈസ്, എന്തായാലും ഞാൻ അവനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വന്ന് നിൽക്കാൻ. അപ്പം നമുക്ക് ഇനി ഇവിടുന്ന് കത്തിച്ച് വിടാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോകാം. നമ്മുടെ വഴി ചെറുതായിട്ടൊന്ന് മാറി. ഇപ്പോൾ നമുക്ക് യൂട്ടേൺ എടുത്ത് പോകണം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഇനി കത്തിച്ച് വിടണം ഗൈസ്. എന്തായാലും അവൻ വന്നിട്ട് നമുക്ക് 2 സർപ്രൈസ് പൊട്ടിക്കാനുണ്ട്. ഒരു കാര്യമുണ്ട്, പക്ഷെ അത് ഞാൻ ഇപ്പം പറയുന്നില്ല, അത് പിന്നെ പറയാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇപ്പം തന്നെ എൻ്റെ ചാനലിൽ കയറി സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാ വീഡിയോയും കയറി ലൈക്ക് ചെയ്തോ. എന്നിട്ട് എൻ്റെ ചാനലിൽ പോസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. പോസ്റ്റിൽ കിടപ്പുണ്ട് സംഭവം തോന്നുന്നു. പിന്നെ ഗൈസ്, അവൻ വന്നിട്ട് വേണം നമുക്ക് ഈ സർപ്രൈസ് പൊട്ടിക്കാൻ. ഇപ്പം എന്തായാലും നിങ്ങൾ കയറി ചെക്ക് ചെയ്യണം. വെറുതെ ചെക്ക് ചെയ്യരുത്, സബ്സ്ക്രൈബ് ചെയ്തിട്ടേ ചെക്ക് ചെയ്യാവൂ.
പിന്നെ ഗൈസ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം, അതായത് എൻ്റെ വീഡിയോയ്ക്കകത്ത് ഇനി എന്തൊക്കെ ആഡ് ചെയ്യണം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ ഗൈസ് ഈ വണ്ടിക്കാണെങ്കിൽ ഒടുക്കത്തെ പവറാണ്. ജസ്റ്റ് ഒന്ന് കാലിൽ തൊട്ടാൽ മതി, അന്നേരം വെച്ച് പറക്കും. അതുകൊണ്ട് റിവേഴ്സ് എടുക്കാൻ ഇത്തിരി പാടാന്നേ ഉള്ളൂ. പക്ഷേ കണക്കൊക്കെ തന്നെ നമ്മളെ എല്ലാ വണ്ടിക്കകത്തും കണക്ക് തന്നെ. റിവേഴ്സ് അത്ര സ്പീഡിലൊന്നും പോകത്തില്ല, പക്ഷേ കാല് കൊടുക്കുമ്പോൾ ഇത്തിരി പവർ കൂടുന്നേ ഉള്ളൂ. വേറെ വിഷയമൊന്നും ഇല്ല ഈ വണ്ടിക്ക്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു സത്യത്തിൽ, ഈ വണ്ടി കൊള്ളാം എനിക്ക്. അപ്പം അവിടെ എത്തിയിട്ട് കാണാം. ഇങ്ങനെ ഗൈസ് നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എന്തായാലും എത്തി. അവനെ കണ്ടില്ല, ഇനിയിപ്പോൾ അവൻ ഇപ്പം വരുമായിരിക്കും. അങ്ങനെ ഗൈസ് അവൻ എന്തായാലും വന്ന് കയറി. ഇനി നമുക്ക് പെട്ടെന്ന് കത്തിച്ച് വിടാം. അണ്ണാ ഇതിപ്പോ നമ്മളിത് എങ്ങോട്ടാ പോകുന്നത്? നിങ്ങൾ എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ലായിരുന്നു. നിങ്ങൾ പോകുന്നു മാത്രമല്ല പറഞ്ഞോളൂ. ഇതിപ്പോ നമ്മൾ എങ്ങോട്ടാ പോകുന്നത് ശരിക്കും? ഇത് പറയാവോ? ഇല്ല അതൊക്കെ പോട്ട്, നിന്റെ മോന്തയ്ക്ക് എന്തോ പറ്റിയടാ? അത് ഞാൻ ചോദിക്കട്ടെ, എന്തോ പറ്റി നിനക്ക്? എന്നാ അത് പിന്നെ വേറെ ഒന്നുമില്ല. നിങ്ങളെ കൊണ്ട് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന് ആക്കിയിട്ട് ഞാൻ ബേബിയെ കാണാമെന്നും പറഞ്ഞുകൊണ്ട് പോയില്ലേ? പോയ അവളെയും കൊണ്ട് ഞാനൊരു പാർക്കിൽ പോയി ഒരു കുടയൊക്കെ മേടിച്ച് അവിടെ പോയി ഇരുന്ന്. സംഭവം ഇതൊന്നുമല്ല, സരളയുടെ ഭർത്താവ് ഇതും കണ്ടുകൊണ്ടാണ് വന്നത്. അങ്ങനെ എന്നെ അടുത്ത് ചാമ്പി. ഞാൻ നിൻ്റെ അടുത്ത് അന്നേരം ഞാൻ പറഞ്ഞേ പോവല്ലേ പോവല്ലേ. അന്നേരം നീ എന്നെ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല, നീ അങ്ങ് പോയി. ഇപ്പം എങ്ങനെ ഇരിക്കണ്? കിട്ടിയപ്പോൾ സമാധാനമായല്ലോ. ഇനിയിപ്പോൾ എന്തായാലും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കിട്ടാനുള്ളത് കിട്ടി. എന്നാ ഇത് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? എന്താ നിങ്ങളൊന്നും പറയാത്തേ? ഞാൻ എത്ര നേരം കൊണ്ട് ചോദിച്ചു എങ്ങോട്ടാ നമ്മൾ ശരിക്കും പോകുന്നേ? എടാ നിനക്കൊരു രണ്ട് സർപ്രൈസ് ഉണ്ട്. അതെന്തോന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം നമ്മളൊരു ട്രാവൽ ഹബ്ബ് തുടങ്ങാൻ പോവുക. രണ്ടാമത്തെ സർപ്രൈസ് എന്തായാലും നീ ഇപ്പം അറിയണ്ട. എൻ്റെ ഒരു ചാനലുണ്ട്, ക്യാപ്റ്റൻ പൈററ്റ് ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ. ആ ചാനൽ എടുത്ത് നോക്ക്. അതിനകത്ത് കയറി നീ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാ വീഡിയോയ്ക്കും ലൈക്ക് ചെയ്തിട്ട് പോസ്റ്റ് എടുത്ത് നോക്ക്. അതിനകത്ത് കിടപ്പുണ്ട് നിനക്കുള്ള സർപ്രൈസ്. ഓഹോ അങ്ങനാണല്ലേ. പെണ്ണ ഞാനൊരു കാര്യം ചെയ്യട്ടെ, നമ്മുടെ ഈ ട്രാവൽ ഹബിനപ്പം എന്തോ പേരിടും? അയ്യോടാ ഞാനത് മറന്നുപോയി. നമുക്ക് നീ ഒരു പേര് പറ, അത് ഞാനിടാം. ഒരു നല്ലൊരു പേര് പറ നീ. അണ്ണാ നമുക്കേ കിടുക്കാച്ചി ട്രാവൽ ഹബ് എന്ന് പറഞ്ഞിടാം. അല്ലെങ്കിൽ വേണ്ട, അത് വേണ്ട, വേറെ ഇടാം. പൊളപ്പൻ ട്രാവൽ ഹബ് എന്ന് പറഞ്ഞ ഒരു പേരിട്ടാലും. നീ ഇനി കൂടുതലൊന്നും പേര് പറയണ്ട. എന്തായാലും ഗൈസ് നിങ്ങൾ നമ്മുടെ ഒരു പുതിയ ട്രാവൽ ഹബ്ബ് തുടങ്ങുന്നുണ്ടല്ലോ, അപ്പോൾ ആ ട്രാവൽ ഹബ്ബിനുള്ള പേര് നിങ്ങൾ കമൻ്റായിട്ട് ഇടുക ഗൈസ്. നിങ്ങളിടുന്ന കമൻറ്റിലിടുന്ന പേര് ഞാൻ എന്തായാലും എൻ്റെ ട്രാവൽ ഹബ്ബിന് ഇടുന്നതായിരിക്കും. എടാ നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ നമ്മളെന്തിനാ പോകുന്നതെന്ന്, എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ശരിക്കും നമ്മൾ പോകുന്നത് ബാംഗ്ലൂരിലോട്ടാണ്. അവിടെ ചെന്ന് നമുക്ക് പ്രകാശിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതായത് നീ അറിയാതെ ഞാനേ ഒരു ചേസ് കൊണ്ട് അവിടെ കൊടുത്തായിരുന്നു. എന്തായാലും നമ്മൾ ട്രാവൽ ഹബ്ബ് തുടങ്ങുകയാണല്ലോ, അപ്പം ഒരു 2 വണ്ടിയെങ്കിലും വേണ്ട മിനിമം. അതുകൊണ്ട് രണ്ടാമത്തെ വണ്ടിയായിട്ട് ഒരു സെഡ്ലസ്ത്ര ഞാൻ ഇറക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു വണ്ടിയുടെ ഡെലിവറി എടുക്കാനാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോകുന്നത്. അതെന്തായാലും കൊള്ളാണ്ണ, നിങ്ങൾ എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. കൊള്ളാണ്ണ, എൻ്റെ അടുത്ത് പോലും പറയാതെ നിങ്ങൾ ഈ പരിപാടി കാണിക്കണ്ടായിരുന്നു. എടാ ഞാൻ പറയുന്നത് മൊത്തം നീ കേൾക്ക്. എൻ്റെ പുതിയ ട്രാവൽ ഹബ്ബിൽ ഞാൻ ഓടിക്കുന്ന ബസ്സിൻ്റെ എല്ലാ ബസ്സിൻ്റെയും കിളി നീ ആയിരിക്കും. ഓക്കെ, അതുപോലെ നിനക്ക്. അത് മതി അണ്ണ. ഇപ്പൊ എന്തായാലും അതിനെന്തായാലും നിങ്ങൾ എന്നെ വിളിച്ചല്ലോ, അത് എന്തായാലും നല്ല കാര്യമാണ്. എടാ പിന്നെ നമ്മുടെ ട്രാവൽ ഹബ്ബ് തുടങ്ങുന്നതിൻ്റെ ഡേറ്റും സമയവും കാര്യങ്ങളും എത്ര വണ്ടി ഉണ്ടെന്നും ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടേക്കാം. അപ്പം നീ അവിടെ അതിനകത്തും കൂടി കയറി നോക്കിയാൽ മതി കേട്ടോ. അയ്യോ നല്ല വിശപ്പ്. എടാ നിനക്ക് വിശക്കുന്നുണ്ടോടാ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ സെഡോണ് തൊട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി കഴിച്ചു. എന്തോ മഹാരാജയെന്നോ രാജാ ഹോട്ടലിൽ നിന്നോ അങ്ങനെ എന്തോണ്ടോ ഒരു ഹോട്ടൽ. നല്ല കിടിലൻ ഫുഡായിരുന്നു അളിയാ അവിടെ. എന്തായാലും ഇപ്രാവശ്യം എന്തായാലും പോകുമ്പോഴത്തേക്കും നിന്നെയും കൊണ്ട് ഞാൻ അവിടെ കയറാം. എന്തായാലും എനിക്ക് വിശക്കുന്നുണ്ട്. എന്തായാലും നിനക്കും വിശക്കുമായിരിക്കുമല്ലോ, കുറേ നേരമായാലും നമ്മളിപ്പോൾ വന്നിട്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ കയറി കഴിച്ചിട്ട് പോവാം. എന്നാ എനിക്ക് നല്ല വിശപ്പൊക്കെ ഉണ്ട്. ഞാനൊരു ഫുള്ള് മന്തി കഴിയും കേട്ടോ. അതിന് വയസ്സെന്നാൽ നിങ്ങൾ കൊടുക്കണേ, എൻ്റെ കയ്യിലില്ല. എടാ ഞാൻ പറഞ്ഞ ഹോട്ടൽ ഈ ഭാഗത്തായിട്ട് എങ്ങാണ്ടാണെന്ന് തോന്നുന്നത്. നീ വലത്തെ സൈഡിലേ
ഒരു ഗ്യാരേജ് വല്ലതും ഉണ്ടോ നോക്ക്, ഒരു വർക്ക്ഷോപ്പ് ഉണ്ടോ നോക്കിയേ. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഞാൻ പറഞ്ഞ ഈ ഹോട്ടൽ വരുന്നത്. അപ്പം നീ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. ആ ശരി അണ്ണാ, ഞാൻ ശ്രദ്ധിക്കാം. എന്തായാലും നിങ്ങൾ വണ്ടി ചവിട്ടി വിട്. ഞാൻ നോക്കിയാൽ പോരെ, ഒരു ഗ്യാരേജ് അല്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ. അപ്പം ഞാൻ കയറി നോക്കോളാം. അണ്ണാ എന്തായാലും ഹോട്ടലിലെത്താൻ കുറേ ദൂരം എടുക്കുമല്ലോ, എന്നാൽ പിന്നെ ഞാൻ ആ സമയം കൊണ്ട് ഒരു പാട്ടിടട്ടെ. പിന്നെന്താടാ കൂട്ടാ, നീ ഇറാ, നീ പാട്ടിട്ടോ. സുബസ് സുബസ് സുബസ്.它婉转的嗓音如清风轻轻吟，唱那些经典的情歌，周杰伦的歌谣在他嘴里，仿佛可发出新的光芒。പാട്ട് നിർത്തേ. ഒരു ഊത്താ പാട്ടും കൊണ്ടുവന്നത്. നമ്മുടെ സ്ഥലമൊക്കെ അറിയും, പാട്ട് നിർത്താം. അതെന്തുവാണ് നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ പാട്ടിട്ടത്, എന്നിട്ട് ഒരുമായി എന്നെ കളിയാക്കുന്ന രീതിക്കായി പോയി. എടാ അതല്ല സംഭവം, നമ്മുടെ ഹോട്ടൽ ഇവിടെ അടുത്തായിട്ടാ, അതുകൊണ്ടാ പാട്ട് നിർത്താൻ പറഞ്ഞേ. ഇതിപ്പോ കൊറേ ആയാലേ പോയി പോയി, ഇതിപ്പോ എവിടാ സ്ഥലം? എടാ ഞാൻ വിചാരിച്ച നമ്മുടെ ഹോട്ടൽ ഈ ഭാഗത്തായിട്ട് എങ്ങാണ്ടാണെന്നാ വിചാരിച്ചത്. എന്തായാലും ഇവിടെ കൊണ്ടായിട്ടാ നമ്മുടെ ഹോട്ടല്. ഈ സ്ഥലം എത്തിയടേ, ഇതാ ഞാൻ പറഞ്ഞ ഗ്യാരേജ്. അതുകൊണ്ട് ഈ സൈഡിലായിട്ട് ഇത് തോണ്ടത് ഈ കാണുന്ന ഹോട്ടൽ, മഹാരാജ ഹോട്ടൽ, അത് തന്നെ. നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒതുക്കിയിടാം, എന്നിട്ട് പോയി കഴിച്ചിട്ട് വരാം. വാടേ എന്തായാലും ഇവിടെ ഒതുക്കിയിട്ടിട്ട് പോയി കഴിച്ചിട്ട് വരാം. വാ, ഇറങ്ങി വാ.
ജോ എൻ്റെ പൊന്നെ ഇപ്പം ഇടിച്ചിട്ടാനാ പുല്ല്. അപ്പം എന്തായാലും നമുക്ക് പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. 1 hour later. നല്ല ഫുഡല്ലേ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേടി? നല്ല കിടില ഫുഡാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഗൈസ് എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് കത്തിച്ച് ഇടാം. ബാംഗ്ലൂരോട്ട് ഇനിയും കുറേ ദൂരമുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് പെട്ടെന്ന് വിടുകയാണ്. അങ്ങനെ നീണ്ട ദൂരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ബാംഗ്ലൂർ എത്തി ഗൈസ്. നമുക്കിനി ഇവിടുന്ന് ഏതാനും കുറച്ച് ദൂരം കൂടിയുള്ളൂ പ്രകാശിലോട്ട്. കുറച്ച് ദൂരം കൂടിയുള്ളൂ നമുക്കിനി പ്രകാശിലോട്ട്. ഓരോരുത്തരും ഇവിടെ ഉറങ്ങാനുള്ള രീതിയിൽ ഇരിക്കുകയാണ്. ഉറങ്ങാനല്ലേ സ്ഥലം എത്തിയടേ ഇന്നിക്കടേ. സ്ഥലം എത്ര പെട്ടെന്ന് എത്തിയോ അണ്ണ, ഞാൻ അറിഞ്ഞില്ലല്ലേ ഇതൊന്നും. അതെങ്ങനെയാടാ നീ അറിയുന്നത്? നീ കഴിച്ചിട്ട് വണ്ടിക്കകത്ത് കയറിയപ്പോൾ തൊട്ട് കിടന്നുറങ്ങുമല്ലോ, അപ്പം പിന്നെ നീ എങ്ങനെ അറിയുന്നത്? മച്ചാനെ നമ്മൾ സ്ഥലം എത്തി കേട്ടോ. ചെറുതായിട്ടൊന്ന് വിട്ടടിച്ചു പോയി. ഇതാടാ നമ്മളാ പ്രകാശ്. കണ്ടിട്ട് തോന്നിയില്ലേ? അതാ എനിക്കും തോന്നിയില്ലായിരുന്നു, അതാ ഞാൻ പെട്ടെന്ന് വിട്ടടിച്ച് പോയത്. അപ്പം നമുക്ക് കയറിയിട്ട് നമ്മുടെ വണ്ടി ചെക്ക് ചെയ്തിട്ട് പോവാം. ഗൈസ് നമ്മൾ വണ്ടി ചെക്ക് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞതിന് കാരണമുണ്ട്. കാരണം അന്നത്താണ് വീണ്ടും ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ പണിയാണ്. അതുകൊണ്ടാണ് നമ്മൾ വണ്ടി ചെക്ക് ചെയ്തിട്ട് പോവുക എന്ന് പറയുന്നത്. ഡേയ് നീ വരുന്നെങ്കിൽ വാ ഡേ, നമുക്ക് പോയി വണ്ടി കണ്ടിട്ട് വരാം. നീ വരുന്നെങ്കിൽ വാ. ഓ ഇല്ല അണ്ണ, ഞാൻ വരുന്നില്ല, നമ്മുടെ വണ്ടി നാട്ടിൽ എത്തിയിട്ട് ഞാൻ കണ്ടോളാം. അപ്പോൾ ഗൈസ് എന്തായാലും അവൻ വരുന്നില്ല. എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളെല്ലാം നമ്മുടെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് സെറ്റാക്കിയിട്ട് നമുക്ക് പോയി നമ്മുടെ വണ്ടി ഒന്ന് പുറത്തോട്ട് ഇറക്കിയിടാം. നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്, രക്ഷയില്ലാത്ത ലുക്കിൽ അവിടെ കിടപ്പുണ്ട്. ഇനി നമുക്കത് കൊണ്ടുപോയിട്ട് വേണം കുറച്ച് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ ഗൈസ് നമ്മൾ അവരുടെ അടുത്ത് ട്രാൻസ്പോർട്ടേഷൻ്റെയും കാര്യങ്ങളുടെയും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് പുറത്തോട്ട് ഇറക്കിയിടാം. സൈഡൊന്നും തട്ടാതെ കറക്റ്റായിട്ട് നോക്കി ഇറക്കിയിടാം. ഗൈസ് നമ്മുടെ വണ്ടി ഇവിടെ നിറക്കുന്നതിന് മുന്നേ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞായിരുന്നു നെയിം ബോർഡും സെറ്റ് ചെയ്ത് ക്യാബിനും സെറ്റ് ചെയ്ത് URH ഒക്കെ വെച്ച് എല്ലാം കിടിലാക്കി ഇറക്കി തരണമെന്ന് പറഞ്ഞായിരുന്നു. അതെല്ലാം അവർ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ടോപ്പ് ലൈറ്റൊക്കെ വെച്ച് തന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടുന്ന് സൈഡൊക്കെ തട്ടാതെ നോക്കിയെടുക്കാം. അങ്ങനെ ഗൈസ് നമ്മൾ വണ്ടി സാഹസികമായി അതിനിടയ്ക്കൊന്ന് പുറത്തോട്ട് ഇറക്കിയിട്ടിട്ടുണ്ട്. സൈഡൊന്നും തട്ടിയിട്ടില്ല, കറക്റ്റായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇതിൻ്റെ നെയിം ബോർഡും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അവർക്ക് ഇട്ടൊന്ന് കാണിച്ചു തരാം ഞാൻ. കണ്ടോ ഗൈസ്, നമ്മുടെ വണ്ടിയുടെ നെയിം ബോർഡ് പക്ഷേ റെഡ് കളറാണെങ്കിൽ അത് ഫ്ലിക്കറിങ് ടൈപ്പാണ് കേട്ടോ. നമ്മുടെ ഒരു മോഡ് ഒന്ന് ജസ്റ്റ് കൂടെ ഒന്ന് ഒരു ബട്ടണും കൂടെ നെക്കി കഴിയുമ്പോഴത്തേക്ക് ഫ്ലിക്കർ ചെയ്ത് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ അകത്തെ സെറ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കിനി നാട്ടിൽ കൊണ്ടുപോയിട്ട് ഇതിനകത്ത് കുറച്ച് സ്റ്റിക്കർ വർക്കും പിന്നെ കർട്ടനും ഒക്കെ ഇടണം. നമ്മുടെ സെറ്റ് വർക്ക് കണ്ടോ ഗൈസ്, സെറ്റല്ലേ ഗൈസ്? രാവിലെ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ അവിടുത്തെ പിക്സൽ ലൈറ്റൊന്നും കാണാൻ പറ്റാത്ത. രാത്രി ആയാലും നല്ല കിടിലായിട്ട് കാണാൻ പറ്റത്തുള്ളൂ അതിൻ്റെ ലൈറ്റൊക്കെ. ഗൈസ് എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടി നൈസായിട്ട് അകത്തോട്ടൊന്ന് കയറ്റിയിടാം. അവർ കൊണ്ടുപോകാൻ നേരം മാത്രം പുറത്തോട്ട് ഇറക്കട്ടെ. അപ്പോഴത്തേക്ക് എന്തായാലും നമുക്കിത് കയറ്റിയിട്ടിട്ട് നമുക്ക് നാട്ടിലോട്ട് തിരിച്ച് പോകണം. അങ്ങനെ ഗൈസ് നമ്മളെന്തായാലും വണ്ടി അകത്തോട്ട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ആൾക്കാരുടെ അടുത്തെല്ലാം പറഞ്ഞാൽ സെറ്റാക്കി വെച്ചേക്കുക. അപ്പോൾ നമുക്കെന്തായാലും നമുക്കിനി പെട്ടെന്ന് നാട്ടിലോട്ട് തിരിച്ചു പോകണം. നമ്മുടെ കൂട്ടുകാരനും കാറിനകത്ത് ഇരിപ്പുണ്ട്, അവനെ മുഷിപ്പിക്കേണ്ട. എന്തായാലും നമുക്ക് നാട്ടിലോട്ട് തിരിച്ചു പോകണം. തിരിച്ചെത്തുമ്പോഴത്തേക്കും വണ്ടി അവിടെ എത്തും. എന്നാൽ പിന്നെ നമുക്ക് നാട്ടിലോട്ട് തിരിച്ചു പോകണം. നമുക്ക് വണ്ടിയുടെ കാര്യമെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് തിരിച്ചു പോകാം. ഓ ശരിയണ്ണ, എന്നാ പിന്നെ നമുക്ക് തിരിച്ചു പോകണം. നീ ഇനി പോയിട്ട് എന്തായാലും നീ വേറെ പണിയൊന്നുമില്ല, ചെന്ന് അന്നേരം കയറി കിടന്ന് ഉറങ്ങണമെന്ന്. ഡേയ് നീയല്ലേ തിരിച്ച് വരുമ്പോഴത്തേക്കും വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞാൽ വന്ന് വണ്ടി ഓടിക്കടി കയറുക, എനിക്ക് കിടന്നുറങ്ങണം.
ഓ ശരി അണ്ണ, ഞാൻ ഓടിച്ചോളാം. എന്നാ ഈ വണ്ടിക്ക് എന്തൊരു പവറാണ്, കാല് തൊടുമ്പോഴേ വെച്ച് പറക്കുവാണല്ലേ. അതെങ്ങനെയാടാ പറക്കാതിരിക്കുന്നത്? എൻ്റെ വണ്ടിയല്ലേ, അപ്പം പറക്കുകയൊക്കെ ചെയ്യും. അണ്ണാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇതിനു വേണ്ടി പൈസ ഇത് എവിടുന്ന്? ഒറ്റയടിക്ക് 2 വണ്ടി എടുത്തു, രണ്ട് BMW, ഇതിനൊക്കെ എവിടുന്നടേ പൈസ? നിനക്കറിയാലോ എൻ്റെ ഡാഡി പണ്ടേ റിച്ച് ആണ്. അപ്പോൾ പിന്നെ ബേസിക്കലി ഞാനും റിച്ച് ആവുമല്ലോ, അതുകൊണ്ട്. പിന്നെ നമ്മുടെ ട്രാവൽ ഹബിലുള്ള ബസ്സിനൊക്കെ ഇല്ലേ, മെയിനായിട്ടും നമ്മുടെ ട്രാവൽ ഹബിലുള്ള ബസ്സുകൾക്കെല്ലാം ഒരു പേര് വേണമല്ലോ. അപ്പൊ ആ പേരെന്താ നമ്മൾ ബസ്സിന് ഇടാൻ വെച്ചേക്കുന്ന ഒരു പേര് മോണ്ടക്സ് എന്നാ കേട്ടോ. പിന്നെ ട്രാവൽ ഹബിനുള്ള പേര് എന്തായാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കമൻ്റ് ആയിട്ട് അയച്ചോളൂ, അന്നേരം അവർ ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ട്രാവൽ ഹബിന് ഇടാനുള്ള പേര് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിനക്ക് ആരാടാ ലൈസൻസ് തന്നത്? നീ അപ്പോഴേ പെട്ടെന്ന് കൊണ്ടുവന്ന് വെച്ച് വണ്ടി കൊണ്ട് ഇടിപ്പിച്ചോടെ. സോറി അണ്ണാ, വണ്ടിക്ക് ഇത്തിരി പവർ കൂടിയതുകൊണ്ട് കൺട്രോൾ കിട്ടിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഉള്ളതെല്ലാം കൂടി ചെയ്തേക്കേ.